ഹായ് ഓൾ, എൻ്റെ പേര് ശീതൾ. ഞാൻ ആർക്കേഡിലെ ടെക്നിക്കൽ ഫാക്കൽറ്റിയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന രണ്ട് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൗ ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് ടെക്സ്ചേഴ്സ്. അതായത് ഓൾറെഡി നമുക്ക് ഈ ഡയലക്ട് സോഫ്റ്റ്വെയറിൽ ഒരുപാട് മെറ്റീരിയൽ കാറ്റലോഗ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് പുറത്തുനിന്ന് റെഫർ ചെയ്ത് എങ്ങനെ ഒരു റിയലിസ്റ്റിക് ആയുള്ള ടെക്സ്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആൻഡ് സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ലൈറ്റിങ്ങിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. Moving on to the first topic, നമുക്ക് ജസ്റ്റ് ടെക്സ്ചർ മെറ്റീരിയൽസ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ പോയിട്ട് വോൾ ടെക്സ്ചേഴ്സ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം ടെക്സ്ചേഴ്സ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തെടുത്താൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സേവ് ചെയ്തെടുത്ത കുറച്ച് ടെക്സ്ചേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡയലക്സിൽ തന്നെയുള്ള ടെക്സ്ചർ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷനിൽ മെറ്റീരിയൽസ് എന്നുള്ള ഓപ്ഷനിൽ മെറ്റീരിയൽ കാറ്റലോഗ്സ് എന്നുള്ള ഓപ്ഷനിൽ നിന്നാണ് നമുക്ക് ഒരുപാട് ടെക്സ്ചേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടെക്സ്ചർ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് ടെക്സ്ചർ മെറ്റീരിയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ചൂസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഈ ഒരു ടെക്സ്ചർ സെലക്ട് ചെയ്യാണ്, അപ്ലൈ മെറ്റീരിയൽ കൊടുക്കുന്നു. ഇനി ഈ ഒരു ടെക്സ്ചർ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് ഓരോ പാർട്ടായിട്ടാണ് ഇത് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ ആ ഒരു ഇമേജിന്റെ ഷേപ്പിനാണ് ആ ഒരു ടെക്സ്ചർ അപ്ലൈ ആവുക. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വോളിന്റെ സൈസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ പൊസിഷൻ്റെ അവിടെ വിഡ്ത്ത് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഹൈറ്റ് ഞാൻ ഇവിടെ എൻ്റെ ബിൽഡിംഗ് ഹൈറ്റ് 3 മീറ്റർ ആണ്. ഹൈറ്റ് ഞാൻ 3 കൊടുക്കുകയാണ്. അതിനനുസരിച്ചിട്ട് വിഡ്ത്തും കൂടി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആ ഒരു വോളിന്റെ സൈസിലുള്ള ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ക്രിയേറ്റ് ടെക്സ്ചർ മെറ്റീരിയൽ എടുക്കുക, ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നു, അപ്ലൈ മെറ്റീരിയൽ കൊടുക്കുന്നു. സൈസ് ചേഞ്ച് ചെയ്യാൻ സെലക്ട് ചെയ്യുക, ഹൈറ്റും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടെക്സ്ചർ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാൻ കാൽക്കുലേഷൻ കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ടെക്സ്ചർ മെറ്റീരിയലിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു 2 ടെക്സ്ചർ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. നെക്സ്റ്റ് ഞാൻ ഒരു ബ്രിക്കിന്റെ ടെക്സ്ചർ കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ റൊട്ടേറ്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് വിഡ്ത്ത് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ റൊട്ടേഷൻ എന്നുള്ള ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാൻ ഒരു 90 ഡിഗ്രി കൊടുക്കുകയാണ്. നേരെ വെർട്ടിക്കൽ ആയിട്ടൊക്കെ നമുക്ക് ആ ഒരു ബ്രിക്ക് ടെക്സ്ചറിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു റെൻഡേർഡ് ഇമേജിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ വരിക, റേ ട്രേസർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ പ്രോപ്പർട്ടീസിൽ റെസൊല്യൂഷൻ സെറ്റ് ടു ഫുൾ HD കൊടുക്കുക, സ്റ്റാർട്ട് റേ ട്രേസിംഗ് കൊടുക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് റെൻഡേർഡ് ഇമേജിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. എക്സ്റ്റീരിയർ ലൈറ്റിങ്ങിന്റെ കാൽക്കുലേഷൻ എങ്ങനെ ആണെന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു സിമ്പിൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ പ്ലാൻ ആണ്. ഞാൻ എക്സ്റ്റേണലി ഒരു 3-4 സൈഡിലും ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ ലൈറ്റിങ്ങിന്റെ കാൽക്കുലേഷൻ നമ്മുടെ ഈ ഒരു റിസൾട്ട്സ് ഓവർവ്യൂവിൽ അവൈലബിൾ ആയിരിക്കില്ല. അതിനു വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് കാൽക്കുലേഷൻ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് അറിയാനായിട്ട് പറ്റും. 2 ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് കാൽക്കുലേഷൻ എത്രയാണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് കാൽക്കുലേഷൻ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മളൊരു ഫ്ലോർ എലമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്ലോർ എലമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷനിൽ സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതിൽ നമുക്കിവിടെ പല ടൈപ്പ് ഫ്ലോർ എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു റെക്ടാങ്കുലർ ഫ്ലോർ എലമെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഒബ്ജക്റ്റ് എടുക്കുക. അതിൽ റിസൾട്ട്സ് ഓൺ സർഫസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ഫ്ലോർ എലമെന്റ് സെലക്ട് ചെയ്യുക. വീണ്ടും ഞാൻ ജസ്റ്റ് റിസൾട്ട്സ് ഓവർവ്യൂ എടുക്കുകയാണ്. ആ ഒരു കാൽക്കുലേഷൻ അനാലിസിസിൽ നമുക്ക് ഇവിടെ സർഫസ് റിസൾട്ട് ഒബ്ജക്റ്റ് എന്നും പറഞ്ഞ് എക്സ്ട്രാ ഒരു ടാബ് ആഡ് ആയിട്ടുണ്ട്. 105 ലക്സ് ആണ് ആ ഒരു ഏരിയയിൽ നമുക്ക് വരുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് കാൽക്കുലേഷൻ അറിയാനായിട്ട് പറ്റും. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഫ്ലോർ എലമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. കാൽക്കുലേഷൻ ഒബ്ജക്റ്റിൽ റിസൾട്ട്സ് ഓൺ സർഫസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഫ്ലോർ എലമെന്റിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരികയാണ്. അതിൽ സ്പേസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഫ്ലോർ പ്ലാൻ വ്യൂയിലേക്ക് ഇടുകയാണ്. ദെൻ ഡ്രോ റെക്ടാങ്കുലർ സ്പേസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഔട്ട്ഡോർ സ്പേസ് 1 എന്നും പറഞ്ഞ് നമുക്കൊരു സ്പേസ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതിന്റെ കറക്റ്റ് ആ ഒരു പൊസിഷനിങ് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാണ്. സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റൂമിനൊക്കെ പർപ്പസ് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് സ്പേസിനും ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു അവിടെ. അതിനുശേഷം ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരിക. ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ലൈറ്റിംഗ് ഫോർ എക്സ്റ്റീരിയേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ലക്സ് വാല്യൂ 100 കൊടുക്കുകയാണ്. ശേഷം ഒന്നും കൂടി കാൽക്കുലേഷൻ കൊടുക്കുക. സോ നമുക്ക് കാൽക്കുലേഷൻ ടാബിൽ സെപ്പറേറ്റ് ആയിട്ട് ഔട്ട്ഡോർ സ്പേസ് 1 എന്നും പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ അനാലിസിസ് ആഡ് ആയിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് രണ്ട് രീതിയിൽ നമുക്ക് എക്സ്റ്റീരിയർ ലൈറ്റിങ്ങിന്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.